ഹലോ ഗൈസ്, ഇന്ന് നമ്മള് ഒരു ചെറിയ മിനി വ്ളോഗ് വെച്ചിട്ട് വന്ന് കൊറേ ആയി ഞങ്ങള് ബീച്ചിക്കൊക്കെ പോയിട്ട് ഇന്ന് ബീച്ചിക്കായെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനും സാലിയാക്കിയും ഷുട്ടും ഐവും സഫന്റെയും ചിപ്പിയും എല്ലാരും ഉണ്ടായിന്. അപ്പൊ ഞങ്ങൾ അടിപൊളി പാട്ടൊക്കെ ഇട്ടതാ പോയത്. അപ്പൊ പോണെനിക്ക് നല്ല തിരക്കേനി. അപ്പൊ നല്ല തിരക്കുണ്ടായിന്. റോഡ് ഫുള്ള് റഷ്, ഫുള്ള് ബ്ലോക്കും നല്ല തിരക്കും ഒക്കെ ഉണ്ടായിന്. കുട്ടികൾക്ക് സ്കൂൾ വെക്കേഷൻ ഒക്കെ അല്ലേ, അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടോ പാരന്റ്സിനോട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നു. അപ്പൊ ബീച്ചിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ബീച്ചിന് അത്യാവശ്യമൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് എത്തിയപ്പോ എക്സ്ട്രാ ബ്ലോക്കും കൂടെ ഉണ്ട് വന്നിട്ടോ. അപ്പൊ നിങ്ങള് സാലൊക്കെ വണ്ടി നിർത്താൻ പോയി ഞങ്ങളവിടെ ഇറക്കിയിട്ട് അപ്പൊ ഞങ്ങള് ബീച്ചിക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഓരോരുത്തരും അയച്ചിങ്ങ എല്ലാരും ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഇറങ്ങി, പിന്നെ ഷുട്ടു ഐബൂനെ എടുക്കാണ്. അപ്പൊ ഞാനൊക്കെ പാൻറ്റൊക്കെ പൊന്തിച്ച് മണ്ണിലൊക്കെ ഇറങ്ങിട്ടോ. അപ്പൊ ഞാൻ മണ്ണ് വാരാൻ നേരത്താണ് സഫാനിനെ വിളിച്ച് നഖത്തുമ്മ ചെളിയാവെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം ഞാനൊക്കെ ഓടിപ്പോയിട്ടോ. അപ്പൊ ഞാനൊക്കെ പാന് പൊന്തിച്ചെന്ന് വിചാരിച്ച ഞാൻ വള്ളത്തേക്ക് ഇറങ്ങാൻ നേരത്ത് വള്ളമുണ്ടല്ലോ വിചാരിച്ച. അപ്പൊ ഞാൻ വള്ളത്തേക്ക് ഇറങ്ങിട്ടോ. ഞാൻ വെള്ളം വരുന്ന മുമ്പേ ഓടി. അപ്പൊ ഞാൻ എൻ്റെ പേരൊക്കെ എഴുതി. അപ്പൊ ഞാൻ ഇതുമ്പോ തന്നെ കടലമ്മ ഒന്ന് മായ്ച്ചു. അപ്പൊ ഞാൻ പിന്നെ എൻ്റെ പേര് എഴുതി. അപ്പോൾ മായ്ച്ചില്ല. പിന്നെ ഞങ്ങള് വള്ളത്തേക്ക് ഇറങ്ങി. അപ്പൊ ഐബനെ ഷുട്ടു എടുത്താണ്ട് വള്ളത്തേക്ക് കാല് വെക്കാൻ നിർത്തിക്കാണ്. തിരുമല വരുമ്പോ ഓൻ്റെ വെക്കാന്. അപ്പൊ ഞാനും ഓലടുത്ത് പോയി നിന്നിട്ടാ. സഫാനുണ്ടായിരുന്നു ഓൻ്റെ അപ്പം. അപ്പൊ ഓലടുക്ക് വെള്ളം എത്താത്തോണ്ട് ഓള് കുറച്ചുകൂടി മുന്നിക്ക് ഐബൂന് വെച്ച്. അപ്പൊ ശരിക്കത്തെ തീരുമാനം ഓൻ്റെ കാലുമക്ക് വന്നേ എടുത്ത്. അപ്പൊ നല്ലോണം കരഞ്ഞു കേട്ടോ, നല്ലോണം കരഞ്ഞേ. ഞങ്ങൾക്കൊരു പേടിയല്ലേനി. ഇന്നലത്തെ പോലെ ഞാൻ പൊന്നാനി വെച്ച് പോയപ്പോ ഞാൻ കടലിമ വരുമ്പോ ഞാൻ നന്ദി. അപ്പൊ ഇപ്രാവശ്യം അതേപോലെ ഞാൻ നന്ദി. അപ്പൊ രാത്രി ആയിപ്പോ ഞങ്ങള് വള്ളത്തിന്ന് ഇറങ്ങി കരയ്ക്കൊക്കെ വന്നിട്ടോ. അപ്പൊ നമ്മൾ ശരിക്കും വൈകുന്നേരമൊക്കെയല്ലേ വരാ. അപ്പൊ വൈകുന്നേരം കാട്ടി വൈബ് നമ്മളെ രാത്രി കോഴിക്കോട് ബീച്ചില്. അപ്പൊ എല്ലാരും വൈകുന്നേരം വന്നിച്ച് രാത്രി വരെ അവിടെ നിന്നോളി. ഭയങ്കര രസമാണ് ആ ലൈറ്റും ആ ടോയ്സിൻ്റെ ആ ലൈറ്റും. പിന്നെ അങ്ങനെ ടോയ്സിൻ്റെ കടയിൽ നിന്ന് ഐബോക്കും എനിക്കും അയാനിക്കൊക്കെ ടോയ്സൊക്കെ വാങ്ങിനി. അപ്പൊ ഞാൻ ഈ കുതിരമ്മ കയറാൻ പോവാട്ടോ. നിങ്ങളെല്ലാരും കണ്ടോളി. ഒരു പേടില്ല. ഫസ്റ്റൊക്കെ എന്തൊരു പേടിയില്ല. ഞാൻ നല്ല പേടിണ്ടായി. അപ്പൊ ഞാൻ ഈ കുതിരമ്മ കയറാൻ നിൽക്കേനു. അപ്പൊ ഈ കാക്ക പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കുതിരമ്മണ്ട് കയറിട്ടോ. ഒരു പേടില്ല, അതാണ്ട് കയറി. അപ്പൊ നല്ല ഹൈറ്റ് ഉണ്ടായിന് ആ കുതിര. അതുകൊണ്ട് ഞാൻ അയിമ കയറി. ചിച്ച് കുറച്ച് പേടി ഉണ്ടായിന്. ആ പേടിയൊക്കെ ഞാൻ വച്ചാണ്ട് നേരെ കുതിരമ്മണ്ട് കയറി. അപ്പൊ കയറിയപ്പോഴേ മനസ്സിലായത് ഒന്നും കട്ടില്ല കുതിര. ചിച്ച് കണ്ടപ്പോ അതിന്റെ മുഖം കണ്ടപ്പോ നല്ല പേടി. വയനാട്ടിലത്തെ ഒരു കുതിരമ്മ കയറിയാണ്, അയിമീൻ കയറിയാണ്. അപ്പൊ ഈ കുതിരമ്മ ഞാൻ കയറി പോവാൻ നിൽക്കാണ്. കണ്ടോ നടക്കണുണ്ടില്ല. ഞാൻ അപ്പൊ അയിമ കയറി കുറച്ച് ദൂരം പോയിട്ട് ഇങ്ങോട്ട് വരും ചെയ്യട്ടോ. ഫസ്റ്റൊക്കെ ഞാനൊക്കെ അങ്ങോട്ട് പോയി വരുന്ന വയ്ക്കുക അയാളിനെ ഒന്ന് പറപ്പിച്ച് കുതിരമ്മ സ്പീഡിലാണ് പോയിപ്പിച്ച്. അതുകൊണ്ട് ഞാൻ പേടിച്ച്. ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞു ആകെ ഒന്ന് മെല്ലെ വിടി ഒന്നുകൊണ്ട് പറഞ്ഞു. അതില് കാക്ക മെല്ലെ വിട്ടി. കണ്ടോ സ്പീഡിലാണ് വരുന്നത്. അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വരാണ് കേട്ടോ. ഇമ്മക്കാണെങ്കിൽ അത് വീഡിയോ എടുക്കുകയും ചെയ്യാണ്. അപ്പൊ ഞാൻ ഇറങ്ങാൻ നിൽക്കാണ്. സാരിയൊക്കെ ഇട്ട് പൈസ കൊടുക്കണേ. അടുത്ത ഷുട്ടും അയാനൊക്കെ കയറും കേട്ടോ.
അപ്പൊ ഞാൻ ഈ കുതിരമെന്ന് ഇറങ്ങി. അത് പിന്നെ ഷുട്ടു അയനാട്ടോ, കാരണം ഷുട്ടൊക്കെ നല്ല പേടിണ്ടായി. അപ്പൊ എന്തിനീ ഞാൻ പറഞ്ഞു ഷുട്ടുവിനോട് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഷുട്ടു എന്തിനെ കേറിട്ടോ. കേറി ഇരുന്നപ്പോ പേടിയൊക്കെ മറിഞ്ഞു. കേറിയപ്പോ നല്ല പേടിണ്ടായിരുന്നു. ഇനി അടുത്തത് അയാനാട്ടോ ഇരിക്കണേ. അയാൻ സാലൊക്കെ പൊന്നിച്ചെടുക്കും. നിങ്ങൾ കണ്ടോളേ, കണ്ടോ? എന്നിട്ട് അയാൾക്ക് ഒരു പേടിയില്ലായിരുന്നു. ഷുട്ടുക്കാട്ട നല്ല പേടി. അപ്പൊ രണ്ടാളും ചിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേലെ കയറിത്തോ. നല്ല സോഫ്റ്റ് അല്ലേ, നല്ല പനിങ്ങട്ടെ ആയി. എന്നിട്ട് ഓല് ഇനി കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും ചെയ്യും. അപ്പൊ ഓല് പോവാണ്. അപ്പൊ ഓല് പോയിച്ച് പിന്നെ ഇങ്ങോട്ട് വരും ചെയ്യും. അപ്പൊ ഓലൊക്കെ ഇറങ്ങി കുതിരമെന്ന് വന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഷാടിച്ചാൻ പോയതാണ്. എന്നിട്ട് അവിടെ കുറേ കട ഉണ്ടായിരുന്നു, അതല്ലാതെ കുറെ തിരക്കുണ്ടായിന്. അപ്പൊ ഞങ്ങൾ ഈ ഉപ്പിലിട്ട കടയിലാണ് കയറി. അതില് എല്ലാവരും ഞങ്ങള് ട്രൈ ഒക്കെ ചെയ്തിനി. അപ്പൊ എന്തിന് അവിടെ ഇങ്ങനെ അത് ഞങ്ങളിങ്ങനെ തേരാപ്പാരം നടക്കുന്ന അടിയിലാണ് ചെറിയ ബിസിനസ്സൊക്കെ ഇവിടെ നടക്കണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഞങ്ങൾ പോണ വഴിക്ക് ഒരു ചോക്ലേറ്റ്സിന്റെ താത്തൻ വന്നേന്. അയാൾക്ക് ആ താത്താക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ യൂട്യൂബ് അടിച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ. എന്നിട്ട് ആ താത്തനെ എന്നൊരു ചോക്ലേറ്റ് വാങ്ങി എന്നിട്ട് അതും തിന്ന് പോവാട്ടോ ഞങ്ങള്. അപ്പോൾ അത് ഹോം മെയ്ഡ് നല്ല രസമുണ്ടായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.